ഞാനുണ്ടാക്കി ആ വൈറലായിട്ടുള്ള 1 പാൻ ചോക്ലേറ്റ് കേക്ക്. സംഭവം സിമ്പിളാടോ. അധികം പാത്രങ്ങളും കഴുകണ്ട, ഒരുപാട് ടൈമിന്റെ ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇൻഗ്രീഡിയൻസ് ഒക്കെ സാധാ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ. ആദ്യം മുട്ടയും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വാനില എസൻസും ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ മൈദ ഇട്ടിട്ട് പിന്നെയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം കൊക്കോ പൗഡർ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ റെഡിയായി. നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്നതും ഈ ഒരു പാനിൽ തന്നെ ആയതുകൊണ്ട് പാനിന്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കും. ആ പരിപാടിയും കൂടി കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ വെക്കാം. നല്ല ഷേപ്പുള്ള ഫ്രൈ പാൻ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഷേപ്പിൽ കേക്ക് കിട്ടും കേട്ടോ. അത് കുറച്ച് പെരുന്ന ഫ്രൈ പാൻ ആയതുകൊണ്ട് കേക്കിന്റെ ഷേപ്പ് വലിയ രസമാണ്. അത് കുക്ക് ചെയ്യാൻ വെച്ചപ്പോഴാണ് ഇവിടെ ചോക്ലേറ്റും പാലും ഇല്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നമ്മൾ തളരാൻ പാടില്ല. ബട്ടറും കൊക്കോ പൗഡറും പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ കേക്ക് റെഡിയായി. കേക്കിന്റെ മേലെ ചോക്ലേറ്റ് പൊതപ്പിച്ചെടുക്കുക. അപ്പോഴാണ് മറ്റൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇത് പൊതപ്പിക്കാൻ മാത്രമുള്ള ചോക്ലേറ്റ് ഇല്ലടാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും കൂടി ഉണ്ടാക്കണം. അങ്ങനെ വീണ്ടും ഉണ്ടാക്കി ഒഴിച്ച് പൊതപ്പിച്ചെടുത്തു. ഇനി എന്താ, എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കും. ഇവിടെ സ്പ്രിങ്കിൾസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇനി എന്താ, കട്ട് ചെയ്തിട്ടാണ്ട് കഴിക്കുക. അതിന്റെ ഷേപ്പ് നിങ്ങൾ കാര്യമാക്കണ്ട, അത് ഈ പാനിന്റെ ഷേപ്പ് ആയതുകൊണ്ടാട്ടോ അങ്ങനെ വന്നത്. സംഭവം ഭയങ്കര സിമ്പിളാണ്. 10 മിനിറ്റിന്റെ ഉള്ളിൽ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് കിട്ടും. നല്ല ടേസ്റ്റി ചോക്ലേറ്റ് കേക്ക്. ഇനി എപ്പോൾ വേണേലും ഉണ്ടാക്കി കഴിക്കാം. അത്രയ്ക്ക് സിമ്പിൾ അല്ലേ. അപ്പൊ ശരി, ബൈ.